അങ്ങനെ ഇസ്ലാമിലെ റാഷിദൂൻ ഖലീഫമാരിലെ 4ാമത്തെയും അവസാനത്തെയും ഖലീഫയായി അലി ഇബ്നു അബി താലിബ് അങ്ങനെ സ്ഥാനമേറ്റു. അലി ഇബ്നു അബി താലിബ് പക്ഷേ ഖലീഫയാകുന്നത് വളരെ പ്രശ്നങ്ങളും പ്രക്ഷുബ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്താണ്. അതായത് പ്രവാചക പത്നി ആയിഷയും ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കുടുംബക്കാരായിട്ടുള്ള ബനു ഉമയ്യദ് ഗോത്രത്തിൽപ്പെടുന്ന ആളുകൾ, ഇതിൽ സിറിയയിലെ അപ്പോഴത്തെ ഗവർണറായിട്ടുള്ള മുആവിയ ഇബ്നു അബൂ സുഫിയാനും ഉൾപ്പെടുന്നുണ്ട്. ഇവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കണം എന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ അലിയുടെ അനുയായികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു അലി ഈ ആവശ്യം നിരസിച്ചു. ഇതങ്ങനെ ആദ്യ ഫിത്നക്ക് കാരണമായി. AD 656 അലി ഖലീഫയായിട്ടുള്ള അതേ വർഷം തന്നെ ബസ്രക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെ ജമൽ യുദ്ധം അരങ്ങേറി. പ്രവാചക പത്നി ആയിഷക്കെതിരായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ അലി ഇബ്നു അബി താലിബ് വിമതരെ പരാജയപ്പെടുത്തി. ഇതിന് പിന്നാലെ സിറിയയുടെ അപ്പോഴത്തെ ഗവർണറായിട്ടുള്ള മുആവിയ ഇബ്നു അബൂ സുഫിയാൻ ഉസ്മാന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി അലി ഇബ്നു അബി താലിബിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. AD 657 യൂഫ്രട്ടീസ് നദിയുടെ അടുത്ത് സഫിൻ എന്ന സ്ഥലത്ത് വെച്ച് ഇരു സൈന്യങ്ങളും അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇതാണ് സഫിൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം മുആവിയയുടെ സൈന്യത്തെ ഏതാണ്ട് പരാജയപ്പെടുത്തി അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടക്ക് മുആവിയയുടെ അനുയായികൾ ഒരു മധ്യസ്ഥതക്ക് ആഹ്വാനം ചെയ്തു. അവര് ഖുർആന്റെ പകർപ്പുകൾ കുന്തത്തിൽ കുത്തിപ്പിടിച്ചൊരു സവാരിയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അവസാനം അലി ഇബ്നു അബി താലിബിന് ഈ ഒരു ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു, ഈ ഒരു ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്നു. യുദ്ധം അങ്ങനെ മധ്യസ്ഥതയിൽ അവസാനിച്ചു. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾ ഈ ഒരു തീരുമാനത്തെ എതിർത്തു. അവര് അലിയുടെ സൈന്യത്തിൽ നിന്ന് പുറത്തുപോയി അലിക്കെതിരെ തിരിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ കൂട്ടരെയാണ് ഖവാരിജ് എന്ന് പറയുന്നത്. ഹറജ പുറത്തുപോയ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഖവാരിജ് എന്ന് പറയുന്നത്.